ജസ്റ്റ് പയ്യെ ജസ്റ്റ് പേസിലോട്ട് അടുപ്പിച്ച് അല്ല അങ്ങനെ താടിക്ക് കൈ കൊടുക്കണ്ട വൃത്തിയോടെ അവന് നോക്ക് അങ്ങനെ ചുമ്മാ ഇരുന്നോ കണ്ണിലുള്ള ആ ഒരു അനുരാഗത്തിന്റെ ഒരു സംഭവം എടുക്കുക അത്ര അത് ഇവന്റെ ഓർമ്മയിൽ കാണിക്കാൻ വേണ്ടിയാ ഇവൻ ഓർക്കുന്നതായിട്ടാണത് രേണുവിനെ കുറിച്ച് ഇവൻ ഓർക്കുന്ന ഇവനെന്തായാലും തൂറായിരിക്കണ പോലെ തൂറ്റിളക്കം വല്ലതുണ്ടാ ഒരാൾ തന്നെ പിടിച്ചു കൊടുത്തിരിക്കാന് തൂറ്റിളക്കത്തിന്റെ ശക്തിയിൽ തെറിച്ചു പോതിരിക്കാൻ പിടിച്ചു വെച്ചതായിരിക്കുമല്ലേ പിന്നെ ചാച്ചി പിടിച്ചോണ്ടിരുന്നാൽ മതി അഭിനയം അങ്ങ് ഒഴുകി വരുമെന്നാണല്ലോ പറയുന്നത് കൊള്ളാം ചേച്ചി കൊള്ളാം അഭിനയ കുലപതി രണസുന ഈ അപരാധമൊക്കെ ജനങ്ങൾ എങ്ങനെ സഹിക്കുന്നോടേ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് എന്തായാലും വെളിക്കിരിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന് ആ ഒരു ഇരുത്തം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ദുബായ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണസുന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ സാധാരണ നിലക്ക് ഷെഫീന ബീവിക്ക് ഉടനെ മറുപടി കൊടുക്കുന്ന രണസുന പലതിനും മറുപടി പറയുന്നില്ല വേറെ എന്തൊക്കെയോ ഇരുന്ന് ഷെയർ ചെയ്യുന്നുണ്ടല്ലേ പിന്നെ സുതിച്ചേട്ടായി അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള ഷെയറിംഗ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ എഴുതാപ്പുറങ്ങൾ നമുക്ക് പലതും വായിക്കാൻ കേട്ടോ ഒരു പക്ഷേ ഇനി അത് വല്ലതും ഉണ്ടോ ഇനി ഉണ്ടാവില്ലേ ഇനി ഉണ്ടെങ്കിലോ അല്ലേ ഷെഫീന ബീവി ഇന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല എന്തായാലും നമ്മളെല്ലാവരും തെളിവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പിന്നെ പല ആളുകളുടെയും ഒരു തെറ്റായ ധാരണയുണ്ട് ഷെഫീന ബീവി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നുണയാണെന്ന് പറയുന്നു എന്നാണ് തെറ്റിദ്ധാരണ ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഷെഫീന ബീവി പോലും പറഞ്ഞിട്ടുള്ളത് ഡൗട്ട് ഉണ്ട് ഇന്ന തെളിവുകൾ ആളുകൾ തരുന്നുണ്ട് ഞാനത് പുറത്തു വിടുന്നുണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ അവർ നിയമപരമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിനെയും കേരള ഗവൺമെന്റിനെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ കോഴ വാങ്ങിയിട്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് അപ്പൊ ഇതൊരു 8ന്റെ പണി കിട്ടാനുള്ള സാധ്യതകൾ ഇങ്ങനെ തെളിഞ്ഞു വരികയാണല്ലേ എന്തായാലും നായകനെ വെളിക്കിരുത്താൻ കൊണ്ടേ നന്നായിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഒരു കോമഡി ഉള്ളത് ആദ്യം ഒന്ന് കാണാം ഹായ് നിങ്ങളുടെ അപർണയാണേ അറിഞ്ഞല്ലോ അല്ലേ നമ്മുടെ ചാനല് പൂട്ടിപ്പോയി വിഷമിക്കണ്ടാട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അടുത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപർണ _ വല്ലരി 2 അതാട്ടോ നമ്മുടെ പുതിയ ചാനലിന്റെ പേര് ആണോ ചേച്ചിനെ മനസ്സിലായില്ലേ പബ്ലിക് പ്ലേസിൽ ഈ വസ്ത്രം തന്നെ ഇട്ടിട്ടാണ് പോവുക എന്നിട്ട് ഇവിടുന്ന് ഷെഡ് ഊരി കാണിക്കുക ഇതൊക്കെയാണ് പരിപാടി ചേച്ചിയുടെ ഒരു കലാപരിപാടികൾ അതൊക്കെയാണെന്നുള്ളതാണ് ഇതൊക്കെ സ്വന്തം അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ ഇതൊക്കെ സ്വന്തം ഡാഡി കണ്ടു കഴിഞ്ഞാൽ എന്താവും മോളെ അവസ്ഥ ഡാഡി ഉണ്ടെങ്കിലൊക്കെ ഇനി ഡബിൾ ഡൂഡ് സിൻഡ്രങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഡാഡി ആരെന്നറിയാതെ നമ്മുടെ മണവാളം പറഞ്ഞതുപോലെ അച്ഛൻ ആ ഒരു സാധനം ആണെങ്കിലൊക്കെ എന്തായാലും ഈ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും അവർ അത് തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ ചാനലും ആണുകൾ പൂട്ടിച്ച് കയ്യിൽ കൊടുത്തു എന്തുകൊണ്ട് രണസുനയുടെ കാര്യത്തിൽ ഇതില്ല എന്നുള്ളത് ഒരു സംശയമാണല്ലേ അത് എന്താണ് എന്ന് ഭാവിയിൽ മനസ്സിലാവും കേട്ടോ അധികം വൈകാതെ ഇവര് വീണ്ടും പുതിയ തുടങ്ങുകയാണ് സ്വന്തം ഐഡി വെച്ചിട്ട് രണ്ടാമത് തുടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് മെറ്റയുടെ പുതിയ ഒരു ആശയം അതുകൊണ്ടൊക്കെ തന്നെ പൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് തുടങ്ങുമ്പോൾ കായ് ഉണ്ടാക്കാൻ കുറച്ച് പാടായിരിക്കും ഇവരെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇപ്പോൾ കുറവായിരിക്കും വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഒരു ആപ്പിനെ കുറിച്ചിട്ടൊക്കെ അവർ പറയുന്നുണ്ട് അതിലുണ്ടത്രേ പൈസ കൊടുത്താൽ കാണാൻ കഴിയും ഇനി നമുക്ക് അപർണ വല്ലരി ഇല്ല അപർണ വല്ലരി ഒഫീഷ്യലും ഇല്ല കേട്ടോ പിന്നെ ആപ്പിൽ അങ്ങനെ തന്നെ വീഡിയോ എല്ലാം കിടപ്പുണ്ട് പുതിയ വീഡിയോ നമ്മൾ ആപ്പിൽ ഇടുന്നുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ പോയി കണ്ടോണം കേട്ടോ അതിന്റെ ലിങ്ക് ഞാൻ ഇടും കേട്ടോ തന്തക്ക് പോയി കാണിച്ചു കൊടുക്കടി തന്തക്ക് ഈ ശബ്ദവും ഈ കണ്ണും കണ്ട അവളെ വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് ആരാണെന്ന് മനസ്സിലാവും ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തന്ത ആരാണെന്ന് അറിയാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പറയാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോക്കോട്ടെ അല്ലേ ഓണോ അടുത്തതും പൊട്ടിക്കും തുടങ്ങുന്നതൊക്കെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ കേരളത്തിലുള്ള ആളുകളെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത് 2 ഐഡിയും പൂട്ടി 3ാമത്തെ ഐഡിയ ഓപ്പൺ ആക്കി അതും പൂട്ടി ഇനി ഓപ്പൺ ആക്കും തോറും പൂട്ടിക്കൊണ്ടേയിരിക്കും വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല എത്ര നല്ല രീതിയിൽ ജീവിക്കാം എത്ര മാന്യമായ രീതിയിൽ ജീവിക്കാം ഇവരുടെ വേണ്ടപ്പെട്ട ആളുകൾ അമ്മ അച്ഛൻ ഏട്ടൻ അനുജൻ വീട്ടുകാർ വേണ്ടപ്പെട്ടവർ കുടുംബക്കാർ നാട്ടുകാർ ഇവർക്കൊക്കെ ഇവരെ ഈ ശബ്ദം കണ്ടാലും കണ്ണ് കണ്ടാലും മനസ്സിലാവും അവർക്ക് പോലും ഒരു അപമാനമായിരിക്കും ഒരു പക്ഷേ എൻ്റെ മകൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പോലും ചിലപ്പോൾ തൂങ്ങിച്ചത്തിട്ടുണ്ടാവും പൈസ ഉണ്ടാക്കാൻ എത്ര മാർഗങ്ങളുണ്ട് പക്ഷെ ഇവർ തെരഞ്ഞെടുക്കുന്ന ഈ ഒരു രീതികളുണ്ടല്ലോ അപകടം നമ്മുടെ ക്യാമറ ടീം ഇഷാൻ അമാരിയുടെ ഇൻസ്റ്റയുടെ സ്റ്റോറിയില് ഞാൻ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതില് ലൈവും വരാം കേട്ടോ ഡാഡീനൊക്കെ വിളിച്ച് അവിടെ ഇരുത്തണം കേട്ടോ ലൈവില് അവരും കൂടിയും കാണട്ടെ ആ ഒരു നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ചു പോകാന്നേ പിന്നെ എന്താ പറയാ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പൊ നമ്മുടെ പുതിയ ചാനലില് വെറൈറ്റി ഐറ്റം ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം ഓക്കെ
ബൈ. പബ്ലിക് പ്ലേസിൽ മൂത്രമൊഴിക്കുന്നു, പബ്ലിക് പ്ലേസിൽ ഷെഡ് വരുന്നു, പിന്നെ വൃത്തികേടുകൾ പറയുന്നു. എന്തൊക്കെ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുഖം മൂടിക്കെട്ടിയിട്ട് ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കാൻ നാണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഇതിൽ നല്ല തീട്ടം തിന്നല്ലേ, എനിക്കത്ര പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് കുട്ടികൾ ഇത് പണമുണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു വഴിയാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആ വഴി സ്വീകരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ യൂറോപ്പ് കൺട്രിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസ്ത്രധാരണമാണെന്നുണ്ടെങ്കിലും പല കാര്യത്തിലേക്കും. അത് സത്യം പറയുന്നുണ്ടെങ്കിൽ കിയാമത്ത് നാളിൽ നമ്മൾ റോട്ടിൽ നിന്ന് വ്യഭിചരിക്കുന്നത് പോലെ കാണാൻ ഇടയാകുമെന്നൊക്കെ ഖുറാനിലൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെ വൃത്തികെട്ട രീതിയിലേക്ക് ഇൻസ്റ്റഗ്രാമാണ് ഏറ്റവും കൂടുതൽ അതിനെ ദുരുപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിയമം ഇവിടെ ശക്തമാണ്, അതുകൊണ്ടൊക്കെ തന്നെ പൂട്ടിക്കാൻ വളരെ എളുപ്പവുമാണ് എന്നുള്ളതാണ്. വൃത്തികേടുകൾ കാണിക്കുന്ന ഉള്ളടക്കമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ മെറ്റയുടെ അടുത്ത് നേരിട്ട് മെസ്സേജ് അയച്ചാൽ പൂട്ടും. സർക്കാരിനെ അറിയിച്ചാലും പൂട്ടാൻ കഴിയും, സൈബർ സെല്ലിനെ അറിയിച്ചാലും പൂട്ടാൻ കഴിയും. കഴിഞ്ഞില്ല, ഇനി നമുക്ക് രണസുനിലേക്ക് കടക്കാം. രണസുനെ കുറച്ച് ദിവസങ്ങളായിട്ട് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ബോക്സിൽ കിടന്ന ആളുകൾ കരയുന്നതും കാണുന്നുണ്ട്. ഇട്ടുകൊണ്ട് നല്ല കോസ്റ്റ്യൂം സുന്ദരിയായിട്ടാണ് കിടന്ന് ഉറങ്ങണേ. ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്തതാണ്. എനിക്കൊന്നും റിമൂവ് ചെയ്തത് കുറച്ചും കൂടെ ഭംഗിയായി. മേക്കപ്പ് ഇല്ലാത്തതാണ് കുറച്ചുകൂടി ഭംഗി. എടാ, നിനക്കിതിന് ദിവസക്കൂലിയാണോ? ആ 8 പേരിൽ ഒന്ന് നീ ആയിരിക്കും അല്ലേ? എന്തൊക്കെയാണ് ചോദിക്കുന്നത്? മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ സുന്ദരിയാണ്. എടാ ഈ മുതുക്കീനൊക്കെ നിനക്ക് എങ്ങനെയാടാ സുന്ദരിയാണെന്ന് വിളിക്കാൻ തോന്നുന്നത്? ഇതൊക്കെ രേണുസുതി ഫണ്ട് കൊടുത്തുകൊണ്ട് നിർത്തുന്ന ഓരോരോ മണങ്ങുണാഞ്ചന്മാരാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. മേക്കപ്പ് ഊരിയിട്ടും സുന്ദരിയാണ്. ഓ, അങ്ങ് കേറി. ഇത് ഷർട്ടൊക്കെ എവിടെ നിന്നാണ്? ലുലുവിന് മേടിച്ചു. ഓട്ടേ ലുലു. ഓക്കെ ചേട്ടാ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇനിയും നേരം വെളുക്കാത്ത ആളുകൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നടക്ക്. എന്ന് നേരം വെളുക്കാനാ? നേരം വെളുക്കൂല. ആ ഷർട്ടിന് ബട്ടൺ ഉണ്ട് അല്ലേ? ആ ബട്ടൺ അങ്ങ് ഇടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പൊത്തിപ്പിടിച്ച് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. എന്നാലേ ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിട്ട് അതിലേക്ക് നോക്കുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം. ഇത് വെച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ലുലു മാളിൽ ഇങ്ങനെ ബട്ടൺ ഇല്ലാത്ത ഷർട്ടാണോ വിൽക്കുന്നത് എൻ്റെ യൂസഫ് അലി സാറേ? ചോദിച്ചതാണ് കേട്ടോ, നിങ്ങളായിരിക്കില്ലല്ലോ, മറ്റുള്ള ഔട്ട്ലെറ്റുകളിലുള്ള ആളുകളായിരിക്കുമല്ലേ. എന്തായാലും കൊള്ളാം കേട്ടോ. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം, അത്ര തന്നെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ടാണ് ഷെഫീന ബീവിയുടെ ആ ഒരു കാര്യത്തിന് മറുപടി കൊടുക്കാത്തത്. ഷെഫീന ബീവി പറഞ്ഞതോ കൊണ്ടുവന്നതോ സത്യസന്ധമായിരിക്കാം, ഉണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. മെയ്ഡ് ഇൻ ചൈനക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടത് പൊത്തിപ്പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഓവർകോട്ട് കയറി അങ്ങ് ഇട്ടാൽ പോരെ? അതാണ് ചെയ്തു കഴിഞ്ഞാൽ ആരും കാണില്ലല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ പൊത്തുന്നില്ല എന്ന് കാണിച്ച് നടന്നാൽ ഓക്കെ. മെയ്ഡ് ഇൻ ഇന്ത്യ എവിടേക്കാണ് ഈ മുതുക്കിത്തള്ള പോണോ? നല്ലടാ. ഈ വീഡിയോക്ക് വന്നൊരു കമൻറ്റ് ഞാൻ പറയാം. എന്താ അറിയോ? മാന്തളെങ്ങാനും വെയിലത്ത് ഉണക്കാനിട്ടതാണോ എന്നുള്ളത്. ഈ ഉണക്കമീനെ ഉണക്കാനിട്ടതാണോ എന്നാണ് ചോദിക്കുന്നത്. ഉണക്കമീനല്ല, ഉണക്കാൻ മീനിട്ടതാണോ എന്നാണ് ചോദിക്കുന്നത്. മാന്തൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല നാട്ടിലും പലതായിരിക്കും. ഈ ഒരു നാവ് പോലത്തെ ഒരു സാധനം അതന്നെ, അതാണെന്നാണ് ചോദിക്കുന്നത്. എടാ എന്താടാ ഇതൊക്കെ? ഒരു കാറ്റടിച്ചങ്ങ് പറന്നു പോലൂടെ? കയ്യിലൊരു കല്ല് വെച്ച് കൊടു, എന്നാലും അവിടെ പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ. വേണ്ട ചേച്ചി സാറ് പഠിക്കണ്ട്. ഞാൻ ഇറങ്ങിക്കോളാം. ഇനി ഇത് വലിച്ചിട്ടില്ലെങ്കിലേ ഉള്ളൂ. അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിക്കാഞ്ഞിട്ടാണ്. അവസാനം കാണാനൊന്നുമില്ല. ഞാൻ വടവിധവാണെന്ന് പറഞ്ഞ ആളല്ലേ, അതന്നെ. അത് കാണിച്ച ആൾ മൂലക്ക് ഇരിക്കരുത് എന്നുള്ളതാണ്. അത് പോട്ടെ. മരം കയറി പിന്നെ നല്ല ശീലമുള്ളത് കൊണ്ട് എന്നെ ആരും ഇറക്കണ്ട. ഞാൻ എത്ര മരം കയറിയതാ. മുരിക്കാണോ ചന്ദനാണെന്ന് അറിയില്ല, എന്തായാലും നല്ല മരം കയറി ശീലമുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പടക്കങ്ങൾ എന്നും എന്റെ വീക്ക്നെസ് ആണ്, എനിക്ക് ഇഷ്ടമാണ്.
ഇനി എന്താ പറയാ, ഏത് പടക്കമാണോ മറ്റേ ഏറ്റവും ഇഷ്ടം ഗുണ്ടാണ്, പിന്നെ ഇഷ്ടം പിന്നത്തെ ഇഷ്ടമൊന്നും പറയണ്ട, ഗുണ്ടിൽ തന്നെ എല്ലാം കിടക്കുന്നുണ്ടല്ലോ. ഗുണ്ട് തന്നെ പടക്കമാണ് ചേച്ചിക്ക് ഒരു വീക്ക്നെസ്. കൊള്ളാം ചേച്ചി, കൊള്ളാം. ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമായിട്ട് അങ്ങ് പറയാണ്. പടക്കം തനി പടക്കമാണെന്നാ പറയുന്നേ. രസമുണ്ടല്ലോ ഇവിടെ. ചേട്ടാ ഇങ്ങനെ നിർത്തട്ടെ, കടലിന്റെ അല്ലേ? കടലൊക്കെ ആർക്ക് വേണം? ആർക്കാ? കടലൊക്കെ ആർക്ക് വേണം? കൂടെ നടക്കുന്ന ആളുകൾ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മേക്കപ്പ് അഴിച്ചാലും സുന്ദരി, മേക്കപ്പ് അഴിച്ചില്ലെങ്കിലും സുന്ദരി, വട സുന്ദരി, കാല് സുന്ദരി. എൻ്റെ പൊന്നെ എന്തെങ്കിലും പറയണ്ടടാ, ചോദിക്കട്ടടാ. ഏതോ ഒരു വൃദ്ധയെ കൊണ്ടുവന്ന് മേക്കപ്പും പൊട്ടിയിട്ട് അങ്ങ് ആക്കി എടുത്തിട്ട് ഊളത്തരം പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇവിടെയുള്ള ആളുകളൊക്കെ എന്താ കണ്ണുപൊട്ടന്മാരാ. എന്തായാലും അഭിനയ കുലപതി, അടിപൊളി, കിടിലൻ ആക്ട്രസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യൂരിയോസിറ്റി അതൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയ കയറി നോക്കിയത് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ പ്രൊഫൈൽ കയറി നോക്കിയത് തന്നെ എന്താണ് ഷെഫീന ബീവിക്ക് ഇവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്നുള്ളതാണ്. ഷെഫീന ബീവിക്ക് ഒരു മറുപടിയും കൊടുക്കാനില്ല. അവിടെ സുധിയുടെ ഒപ്പം നിന്നുള്ള ഫോട്ടോസ് ഇടുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇന്നലെ ഞാൻ പറഞ്ഞു, മെഹനാസ് എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഭാര്യയെ കൊന്നു എന്ന രീതിയിൽ ഇപ്പോഴും ചർച്ച നടക്കുന്ന, കേസ് നടക്കുന്ന ആ ഒരു മണഗുണാഞ്ചൻ, അവൻ ഭൂലോക ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് ഇവിടെ കാദർ കരിപ്പൊടിയൊക്കെ ഇഷ്ടം പോലെ തവണ പറഞ്ഞതാണ്. തെളിവ് സഹിതം പല ആളുകളും അത് പുറത്തു കൊണ്ടുവന്നതാണ്. അയാൾ സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് എന്ന് പോലും പല ആളുകളും പുറത്തു പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ 3 തവണയാണ് സ്റ്റോറി ആക്കിയിട്ടുള്ളത്. ഷെഫീന ബീവി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഉടനെ തന്നെ അവരിട്ടത് സ്മഗ്ലേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുമ്പോൾ അവരിട്ട പോസ്റ്റ് മെഹനാസിൻ്റെയാണ്. ഇന്നും കൂടി ഉണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ്, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും ടൈം. അത് എന്തുകൊണ്ടാണ് അവർ ഷെയർ ചെയ്തതെന്ന് ഒരു പിടിയുമില്ല. ഇനി ഷെഫീന ബീവി പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് വെക്കുന്നതാണോ ആ ഒരു ഫോട്ടോ എന്നുള്ളത് രണസുന മറുപടിയായിട്ട് വന്ന് പറയണം കേട്ടോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ.